ലീഗൽ എൻവയർമെൻറ്റ് ഫോർ കോഓപ്പറേറ്റീവ്സിലെ OMR ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ടാണ്. അതിൽ 35 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 36ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് ഇതിൽ പറയാൻ പോണത്. 36ാമത്തെ ക്വസ്റ്റ്യനാണ് ദ സെക്രട്ടറി ഓഫ് ദി സൊസൈറ്റി എന്ന് പറയുന്നത് പെയ്ഡ് ഓർ ഹോണററിനെയാണ് പറയണത്. അതുപോലെ തന്നെ ആസ് പെർ സെക്ഷൻ എവരി മെമ്പർ ഓഫ് സൊസൈറ്റി ഷോൾ എക്സസൈസ് ഇൻ വോട്ട് ഇൻ ദ പേഴ്സൺ 21 സെക്ഷൻ പ്രകാരമാണ്. അതുപോലെ തന്നെ ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ്. ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡൺ ചെയ്യുന്ന സെക്ഷൻ വന്നിട്ട് 63 ആണ്. ഓഡിറ്റർ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാമിനെയാണ്. അതുപോലെ തന്നെ ഹു വിൽ ദ ചീഫ് ഓഫ് ഓഡിറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ ലേറ്റസ്റ്റ് അമെൻമെൻറ്റിൽ ചീഫ് ഓഫ് ഓഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വന്നിട്ട് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ എസൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് വൗച്ചിങ് എന്ന കൺസെപ്റ്റിനെയാണ്. കോറം ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഈസ് 50% ആൻഡ് ഈസ് ഡിഫൈഡ് എന്ന സെക്ഷൻ 28 ക്ലോസ് 1 ആണ്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ഹെൽഡ് ബൈ എ മെമ്പർ ഷോൾ നോട്ട് എക്സീഡിങ് പറഞ്ഞിട്ടുണ്ട്. അത് 1/5 ഓഫ് ദ ടോട്ടൽ ഷെയർ ക്യാപിറ്റലാണ് എക്സീഡ് ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഈസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് KCSA 1969 ആക്ട് പ്രകാരം സെക്ഷൻ 89 കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് KCS ആക്ട് പ്രകാരം സെക്ഷൻ 80B ഈ മെമ്പർ അഡ്മിറ്റഡ് വിത്തിൻ ദ ഡേയ്സിലാണ് ഇമ്മീഡിയറ്റ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഷോൾ നോട്ട് ഹാവ് ടു റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നുണ്ട്. അത് 60 ഡേയ്സിനുള്ളിലാണ്. നമ്പർ ഓഫ് സീറ്റ്സ് റിസർവ്ഡ് ഫോർ വുമൺ ഇൻ ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി 3 സീറ്റുകളാണ് വുമണ് റിസർവ് ആയിട്ടുള്ളത്. എവരി അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ ബി ദ ഫോം നമ്പർ വന്നിട്ട് 1 ആണ്. ഏത് സെക്ഷൻ പ്രകാരമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫൈനൽ അതോറിറ്റിയിൽ KCS ആക്ട് ചെയ്യുന്നത്? ജനറൽ ബോഡിയാണ്. അതുപോലെ തന്നെ എനി മെമ്പർ ഹു ആക്ട് അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ഹി മേ ബി ഫ്രം സൊസൈറ്റി സെക്ഷൻ 70 പറയുന്നത് അത് മേ ബി എക്സ്പെൽഡ് ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റിയിൽ ഗവൺമെൻറ് നോമിനീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആയിരിക്കും. കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഡീൽ ചെയ്യുന്ന സെക്ഷൻ 81. ദ ഫീ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 500 ആണ് ഫീ വരുന്നത്. അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഈസ് പാസ്ഡ് ബൈ മെജോറിറ്റി എത്ര മെമ്പേഴ്സാണ് പ്രസൻ്റ് ആയിരിക്കേണ്ടത്? ഇൻ ഫേവർ ഓഫ് അമെൻമെൻറ്റിൽ 2/3 ആണ്. 1 man 1 vote ഡീൽ ചെയ്യുന്ന സെക്ഷൻ KCS ആക്ട് പ്രകാരം 20 ആണ് സെക്ഷൻ. രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ദ ആപ്ലിക്കേഷൻ ഷോൾ ബി അക്കമനേഡ് ബൈ ദി പ്രൊപ്പോസഡ് ബൈലോ പ്രകാരം എത്ര കോപ്പിയാണ്? 3 കോപ്പിയാണ്. ഹു ക്യാൻ ബിക്കേം എ മെമ്പർ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി? ഇൻഡിവിജ്വൽ, ഗവൺമെൻറ് ഓർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, എനി അതർ സൊസൈറ്റിയും ഇൻക്ലൂഡ് ആയിരിക്കണം. മിനിറ്റ്സ് ബുക്ക് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിംഗ് കമ്മിറ്റി ജനറൽ ബോഡി 3 പേരും വേണം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രകാരം ടേം ഓഫ് ഓഫീസ് ഓഫ് മാനേജിംഗ് കമ്മിറ്റി പ്രസൻറ്റ് ചെയ്യേണ്ടത് നോട്ട് എക്സീഡിങ് 5 എക്സീഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നോർമലി എ മെമ്പർ വിഡ്രോ ഹിസ് ഷെയർ ആഫ്റ്റർ എ പീരീഡ് 3 ഇയേഴ്സിന് ശേഷമായിരിക്കും ഷെയർസ് വിഡ്രോ ചെയ്യേണ്ടത് നോർമലി ഒരു മെമ്പർ. ആനുവൽ റിപ്പോർട്ട് ഓഫ് സൊസൈറ്റി അപ്രൂവ് ചെയ്യുന്നത് ജനറൽ ബോഡി ആയിരിക്കും. ദ ബൈലോ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അമെൻഡ് ചെയ്യുന്നത് ജനറൽ ബോഡി പാസിംഗ് 2/3 മെജോറിറ്റിയിലായിരിക്കും. രജിസ്റ്റർ റെഫ്യൂസ് ടു രജിസ്റ്റർ ഓഫ് സൊസൈറ്റി അപ്ലൈഡ് ഫോർ രജിസ്ട്രേഷൻ ഈ ഷോൾഡ് കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റെഫ്യൂസൽ വിത്തിൻ ദ 7 days ഓഫ് സച്ച് ഓർഡറിലായിരിക്കും അത് കൊടുക്കേണ്ടത് രജിസ്ട്രാർ. അതുപോലെ തന്നെ എ പേഴ്സൺ ഹു ഹാസ് ബിൻ ഹോൾഡ് ഇൻ ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് ക്യാൻ ബി അപ്പോയിൻറ്റ് ചെയ്യുന്നത് ട്രിബ്യൂണൽ ആയിരിക്കും.